എല്ലാവർക്കും നമസ്കാരം. അതെ, വീണ്ടും ഞാൻ. ആരും പേടിക്കണ്ട. ഒരേ ദിവസം തന്നെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. വേറെ ഒന്നുമല്ല, രണ്ട് ട്രെയിലറും കൂടി കാണേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, ഫാന്റാസ്റ്റിക് ഫോറിന്റെ പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സാധനമാണ് എന്താണ് എന്നുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാകുമ്പോൾ മാർവലിനെ പറ്റി അറിയുന്നതിന്റെ ഫാന്റാസ്റ്റിക് ഫോർ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ രാജ്യദ്രോഹം എന്ന് പറയാവുന്ന വേറൊരു കാര്യം ഇല്ല, സത്യം പറഞ്ഞു. ഇതിനു മുമ്പ് ഫാന്റാസ്റ്റിക് ഫോറിന്റെ 3 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതില് 2 എനിക്ക് ഇഷ്ടമായി, കുഴപ്പമില്ലാന്ന സിനിമയാണ്. ഒരെണ്ണം ഇതിനു മുമ്പ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ ഉണ്ട്, നല്ല ഗംഭീര സിനിമയായിരുന്നു അത്. എന്തായാലും ഈ സിനിമ നല്ലപോലെ ഹൈപ്പ് ചെയ്തിരിക്കുന്ന സിനിമയാണ്, കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. കാരണം MCUലെ സിനിമയാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് തണ്ടർ ബോൾസ് ഇറങ്ങിയിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, കാണണം. കണ്ടു കഴിഞ്ഞാൽ പരമാവധി കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ ഇടാൻ നോക്കാം. എനിക്ക് തിയേറ്ററിൽ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അടുത്ത തിയേറ്ററിലൊന്നും ഉണ്ടായിരുന്നില്ല തണ്ടർ ബോൾസ്. അപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ ഇടാൻ നോക്കാം. റിവ്യൂ അല്ല, പേഴ്സണൽ ഒപ്പീനിയൻ. രണ്ടും ഒന്ന് തന്നെ, സത്യം പറഞ്ഞ. ഞാൻ മറ്റുള്ളവരെയൊന്നും ഓരോ ഡൈസെക്ഷൻ ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോ മാർവലിന്റെ ട്രെയിലറാണ്, കണ്ടറിയാം കോപ്പറേറ്റ് അടിക്കോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്ത മാസം ഇറങ്ങുന്ന സിനിമയാണ്, കാണാം. അപ്പോ ട്രെയിലർ റിയാക്ഷൻ തുടങ്ങാം. Famous around the world, please welcome the Thing. Fantastic Four. Mr. ഒരു Fantastic, 60s വൈബ് തോന്നുന്നുണ്ട് പടത്തിന്. ഇൻവിസിബിൾ വുമൺ, Human Torch. I love you, Johnny. And the Thing. Hey, what time is it? Say the thing. That's not really something. ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം. It's clobbering time. That's just in the cartoon. മാൻ, വെറും മര്യാദക്ക് ഒരു അഡാപ്റ്റേഷൻ കണ്ട് കുറേ നാളെ മനുഷ്യൻ തിയേറ്ററിൽ. Sunday dinner. Let's eat. Hey, what time is it? It's dinner time. Get inside. I herald his beginning. സിൽവർ സർഫറാ, I herald your end. പെണ്ണാ സിൽവർ സർഫർ. I herald Galactus. ഓ, എനിക്ക് തോന്നുന്നു, എനിക്ക് കോമിക്സ് വായിച്ച് തന്നെ അറിയാൻ പറ്റും. കോമിക്സില് ഷാലാബാൽ എന്തോ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, അതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒറിജിനൽ സിൽവർ സർഫറിനെ വെറുതെ ജെൻഡർ സ്വാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ഊളത്തരായിപ്പോ. അപ്പൊ അതല്ലാതെ പ്രതീക്ഷിക്കാം. ഗലാക്ടസിനൊക്കെ വില്ലനെ എനിക്ക് ആ പാടുള്ള ഒരു വിഷമം അതാ. കാരണം ഡോക്ടർ ഡൂമിനെ കൊണ്ടുവന്നു, ഹൈപ്പാണ്. താനോസിനെ കൊണ്ടുവന്നു, താനോസിനെ ഡോക്ടർ ഡൂമിനെക്കാളൊക്കെ ഒരു വലിയ വില്ലനാണ് സത്യം പറഞ്ഞ ഗലാക്ടസ്. അതായത് ഒരു വലിയൊരു ത്രെട്ട് എന്നുള്ള രീതിയിൽ ഒരു സിനിമയിൽ വില്ലനായിട്ട് കാണിക്കുമ്പോൾ ഇനി ഗലാക്ടസിന് ഇനി MCUല് റോൾ ഉണ്ടോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. എന്റെ അമ്മേ, ജൂലൈ 25. Are we safe? I don't know. അങ്ങനെ കേട്ടാ പിന്നെ തീരുമാനേ. The clock is ticking. കൊച്ച We're going to find a solution. We are going to make it right. You don't want to just crush ഓ, your ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്. The four of us will face the danger. നൈസ്. We will protect you. എന്റെ അമ്മ ഗലാക്ടസ്. It's about connecting to something bigger than yourself. We'll face it together. As a family. കൊള്ളാം. What time is it, babe? No. ഇങ്ങനെ താടിയ, ആ ലിറ്ററലി താടിയെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കണ്ടറിയാ സിനിമ എന്തൊക്കെയാണ് കാണിക്കാൻ പോണെന്നുള്ളത്. രസമുണ്ട് എന്തായാലും. Time is it, babe? No, Johnny. I don't want to. ജോണി സ്റ്റോൺ, CJ വർക്ക് കൊള്ളാം. പടത്തിന്റെ CJ വർക്കൊക്കെ ഒരു രക്ഷയില്ല.
കുറെ നാളെ ഒരു നല്ലൊരു MCU പടമൊക്കെ കണ്ടിട്ട് എപ്പോ നോക്കിയാലും നമുക്ക് ഈ വെബ് സീരീസുകളും കാര്യങ്ങളും സത്യം പറയാലോ ഈ എൻഡ് ഗെയിമിന് ശേഷം ഒബ്വിയസ്ലി നോവേ ഹോമും അല്ലെങ്കിൽ ഡെഡ് പൂൾ ആൻഡ് വോൾവറിനൊക്കെ അതൊക്കെ നല്ല പടം തന്നെയായിരുന്നു. പക്ഷെ മിക്ക സിനിമകൾ കുറഞ്ഞു വന്ന് കൂടുതൽ വെബ് സീരീസുകളാകുമ്പോഴുള്ള ഒരു പ്രശ്നം പലതും ഇത് കാണാൻ തോന്നുന്നില്ല. ഇപ്പൊ ഇവര് കുറച്ച് എക്കോ അകാത്ത ഓളലം അങ്ങനെ എന്തൊക്കെ പറഞ്ഞ പരിപാടികൾ ഇറക്കിയിരുന്നു അവര്. എനിക്ക് വലിയ ഹൈപ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടു, എനിക്ക് വലിയ സുഖം തോന്നിയില്ല. ഡെയർഡെവിൾ എനിക്ക് ഇഷ്ടമായി സംഭവം. ഡെയർഡെവിൾ കൊള്ളായിരുന്നു. ലോക്കി ഞാൻ വളരെ ചുരുക്കം വെബ് സീരീസുകൾ മാത്രമാണ് രസമായിട്ട് എനിക്ക് MCU ശേഷം ഇതായിട്ടുള്ളത്. ഈ മൾട്ടിവേഴ്സ് ആകാ എന്ന് പറയുന്നത് നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ അവര് ശരിയായിട്ടില്ല അവര് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫാന്റാസ്റ്റിക് ഫോർ ഒരു നല്ലൊരു ഇതാവാം. ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റിന് നല്ലപോലെ അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാം നമുക്ക് പടത്തില് കുറച്ച് ഇമോഷണൽ സീക്വൻസസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ തണ്ടർ ബോൾസ് കണ്ടിട്ടില്ല. പലരും ഫാന്റാസ്റ്റിക് ഫോറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു തണ്ടർ ബോൾസിൽ. എനിക്കറിയില്ല എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത്. കണ്ടിട്ട് വേണം. എന്തായാലും OTT ഇറങ്ങിയെന്നുള്ള തണ്ടർ ബോൾസ് എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ കാണണം. സംഭവം കൊള്ളാം. എന്തായാലും ഇത് മാത്രമല്ല, അടുത്ത മാസം സൂപ്പർമാനും വരുന്നുണ്ട്. അതും അതിന്റെ ട്രെയിലറാണ് അടുത്ത എനിക്ക് റിയാക്ട് ചെയ്യാനുള്ളത് ഇത് കഴിയുമ്പോൾ തന്നെ. പക്ഷെ അതിനെ ഞാൻ കണ്ടിരുന്നു ട്രെയിലർ. പക്ഷെ പെട്ടെന്ന് മിന്നായെന്നല്ല, പെട്ടെന്ന് മാറ്റി മാറ്റി കണ്ട കാരണം പെട്ടെന്ന് അങ്ങോട്ട് അബ്സർവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. മൊത്തത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഫൈനൽ ട്രെയിലർ എന്നാണ് അവർ പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിലറൊന്നും ഉണ്ടാവില്ല, കുറെ പോസ്റ്ററുകളും കാര്യങ്ങളായിരിക്കും. ഈ പടത്തിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ ആ പാടെ MCUവിന്റെ ഹൈപ്പുള്ള സിനിമ ഇത്, സ്പൈഡർമാൻ, പിന്നെ രണ്ടു വരുന്ന അവഞ്ചേഴ്സ് സിനിമ. ഇതല്ലാണ്ട് വേറെ ഒരു സാധനം ഹൈപ്പില്ല ഇനി എന്തായാലും ഉണ്ടെങ്കിൽ തന്നെ. അയൺ ഹാർട്ട് എന്ന് പറഞ്ഞ സീരീസ് വരുന്നെന്ന് പറഞ്ഞു. എന്തിനെന്ന് അറിയാൻ പാടില്ല. ഒരു അയൺമാനും അരമാനൊക്കെ സാധനമൊക്കെ വരണം. എന്തുവാട്ട് കണ്ടറിയാം തിയേറ്ററിൽ വരുമ്പോ. എന്തായാലും ട്രെയിലറുള്ള. അപ്പൊ ശരി, അടുത്ത വീഡിയോയിലാണ്.